ഹായ് ഗായ്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ലുക്ക് ബാക്ക് എന്ന ഒരു ജാപ്പനീസ് അനിമി മൂവിയാണ്. മൂവിയുടെ പേര് പോലെ തന്നെ ജീവിതത്തിലേക്കുള്ള ഒരു തിരിഞ്ഞുനോട്ടമാണ് ലുക്ക് ബാക്ക്. അനിമി മാങ്കയൊക്കെ ഇഷ്ടമുള്ള എല്ലാവരും ഉറപ്പായിട്ടും ഈ മൂവി കണ്ടിരിക്കണം. ഒരു മാങ്ക ക്രിയേറ്റ് ചെയ്യാനുള്ള എഫേർട്ടിനെ കുറിച്ചും കൂടാതെ ഇതിലെ മെയിൻ ക്യാരക്ടേഴ്സ് തമ്മിലുള്ള ഇമോഷണൽ ബോണ്ടിനെ കുറിച്ചുമെല്ലാം വളരെ ഡീപ്പായിട്ട് ഈ മൂവിയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായി ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് തുടർന്ന് വീഡിയോസ് ചെയ്യാൻ എന്നെ എൻകറേജ് ചെയ്യുന്നത്. എന്നാൽ ടൈം വേസ്റ്റ് ചെയ്യാതെ നമുക്ക് ഈ അനിമിയിലോട്ട് കടക്കാം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ലുക്ക് ബാക്ക് ദ മൂവി. സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മുടെ മെയിൻ ക്യാരക്ടേഴ്സിലെ ഒരാളായ ഫുജീനോ എന്ന് പറയുന്ന പെൺകുട്ടിയെ ആയിരിക്കും കാണിക്കുന്നുണ്ടാവുക. അവള് ഫസ്റ്റ് കിസ് എന്ന് പറഞ്ഞിട്ട് ഒരു മാങ്ക ഡ്രോ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അതിലെ സ്റ്റോറിയിലോട്ടാണ് ഇനി നമ്മൾ പോകാൻ പോണത്. ഒരു കപ്പിള് കാറിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതിലെ ഹീറോ നീ ഇതൊക്കെ ഇപ്പോഴും ഓർത്തു വെച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഹീറോയിനാണെങ്കിൽ ഞാനൊരു ഡയറി എഴുതുന്നുണ്ട് എന്ന് പറയുന്നുണ്ടാവും. ആ സമയത്ത് അവരെ ടയർ പഞ്ചറായിട്ട് ഒരു ട്രക്കിന്റെ മുന്നിൽ ചെന്ന് പെടുന്നതോടെ വണ്ടി ആക്സിഡന്റ് ആവുന്നുണ്ടാവും. മരിക്കുന്നതിന് മുമ്പ് ഹീറോയിൻ അടുത്ത ജന്മത്തിൽ നമ്മൾ റീഇൻകാർണേറ്റ് ആവുന്ന സമയത്ത് നീ എന്നെ കിസ് ചെയ്യണം എന്ന് പറയുമ്പോൾ ഹീറോയും ഞാൻ ചെയ്യുന്നു പറഞ്ഞ് പ്രോമിസ് ചെയ്യുന്നുണ്ടാവും. അങ്ങനെ അവള് റീഇൻകാർണേറ്റ് ആവുന്ന സമയത്ത് കാമുകനെ അന്വേഷിക്കുന്ന പോലെ ഒരു വൈഡ് ഷോട്ട് കാണിച്ചിട്ട് എർത്തിനെ കാണിക്കുന്ന സമയത്ത് അങ്ങോട്ടൊരു ഉൽക്ക വീണിട്ട് ക്യാമറ വൈറ്റ് ഔട്ട് ആവുന്നുണ്ടാവും. ഫുജീനോന്റെ ഈ മാങ്ക സ്റ്റോറി 4th ഗ്രേഡ് ന്യൂസ് പേപ്പറിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ടാവും. സാറ് അത് എല്ലാ സ്റ്റുഡൻസിനും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് നിങ്ങളിത് പാരന്റ്സിനെ കാണിക്കാൻ മറക്കരുത് എന്ന് പറയുന്നുണ്ടാവും. ആ സമയത്ത് അതിലുള്ളൊരു പയ്യനാണെങ്കിൽ ഇതിലെ ഡ്രോയിങ്സ് ഒക്കെ വളരെ ഗുഡാണ് എന്ന് പറയുമ്പോൾ ഒരു പെണ്ണാണെങ്കിൽ ഈ വീക്കിലെ നിന്റെ 4 പാനൽ മാങ്ക വളരെ ഫണ്ണിയാണ് എന്ന് ഫുജീനോട് പറയുന്നുണ്ടാവും. അത് കേട്ടിട്ട് ഫുജീനോ ഞാൻ ഈ വീക്കിൽ ബിസി ആയതുകൊണ്ട് 5 മിനിറ്റിലാ ഈ മാങ്ക ക്രിയേറ്റ് ചെയ്തത്, എന്നാലും ഇതിലെ ഡ്രോയിങ്സ് ഒക്കെ വളരെ ബെറ്റർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന സമയത്ത് ആ പയ്യനാണെങ്കിൽ നീ ഒരു ആർട്ടിസ്റ്റ് ആവാൻ ചാൻസ് ഉണ്ട് എന്ന് പറയുമ്പോൾ ഫുജീനോ ദിവസം മുഴുവൻ ബെഞ്ചിലിരുന്ന് ഡ്രോ ചെയ്യുന്നത് വളരെ ബോറിംഗ് ആണ് എന്ന് പറയുന്നുണ്ടാവും. ആ പെണ്ണാണെങ്കിൽ നീ സ്പോർട്സിലും മിടുക്കിയല്ലേ, അപ്പൊ നിനക്കൊരു അത്ലറ്റ് ആവാ എന്ന് പറഞ്ഞിട്ട് അവര് രണ്ടുപേരും കൂടി നീ എന്താവുകയാണെങ്കിലും ഞങ്ങൾക്ക് നിന്റെ ഒരു ഓട്ടോഗ്രാഫ് തരുമോ എന്ന് ചോദിക്കുന്ന സമയത്ത് സാറും ഫുജീനോനെ വിളിക്കുന്നുണ്ടാവും. ഫുജീനോന്റെ അടുത്ത് അടുത്ത വീക്കിലെ 4 പാനൽ മാങ്കയില് നീ കിയോമോട്ടോക്ക് ഒരു സ്ലോട്ട് കൊടുക്കോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഫുജീനോ ആണെങ്കിൽ കിയോമോട്ടോ ആരാ എന്ന് ചോദിക്കുന്നുണ്ടാവും. അത് കേൾക്കുമ്പോ സാറും അവള് അപ്പുറത്തെ ക്ലാസ്സിലെ സ്റ്റുഡന്റ് ആണ്, അവക്ക് സ്കൂളിൽ വരാൻ പേടിയാണ്, എന്നാ സ്കൂൾ ന്യൂസ് പേപ്പറിന് വേണ്ടി ഒരു മാങ്ക വരയ്ക്കണമെന്ന് അവൾക്ക് ആഗ്രഹമുണ്ട് എന്ന് പറയുന്ന സമയത്ത് ഫുജീനോ ആണെങ്കിൽ എനിക്കതിൽ പ്രശ്നമൊന്നുമില്ല, പക്ഷേ പുതിയ ആളുകൾക്ക് ഒരു ക്രിയേറ്റീവ് ആർട്ട് ഉണ്ടാക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും, അതും ഇതുപോലെ സ്കൂളിലോട്ട് വരാൻ പേടിയുള്ള ഒരു സ്റ്റുഡന്റിന് നല്ലൊരു മാങ്ക ഉണ്ടാക്കാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ടാവും. പിറ്റേ ദിവസം സാറ് ന്യൂസ് പേപ്പർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഫുജീനോ ആ ന്യൂസ് പേപ്പർ കണ്ട് ഷോക്ക് ആവുന്നുണ്ടാവും. കാരണം നമ്മളെ ഫുജീനോന്റെ ആർട്ടിനേക്കാളും വളരെ ബെറ്റർ ആയിട്ടായിരിക്കും കിയോമോട്ടോ വരച്ചിട്ടുണ്ടാവുക. ഇന്നലെ ഫുജീനോനെ പ്രശംസിച്ച പയ്യൻ പോലും കിയോമോട്ടോന്റെ ആർട്ട് വെച്ച് നോക്കുമ്പോൾ ഫുജീനോന്റെ ആർട്ട് വളരെ ആവറേജ് ആണ് എന്ന് പറയുന്നുണ്ടാവും. സ്കൂള് വിട്ട് ഫുജീനോ പോകുന്ന സമയത്ത് അവളെ പാരന്റ്സ് നിന്റെ ക്ലാസ്സിൽ വെച്ച് ഏറ്റവും മികച്ച ഡ്രോയിങ് നിന്റേതാണ് എന്ന് പറഞ്ഞതും അവളെ മുത്തശ്ശി നീ ഭാവിയിൽ വലിയൊരു ആർട്ടിസ്റ്റ് ആവുമെന്ന് പറഞ്ഞതും ഇന്ന് ആ പയ്യൻ ഫുജീനോന്റെ ആർട്ട് വെറും ആവറേജ് ആണ് എന്ന് പറഞ്ഞതൊക്കെ ചിന്തിച്ചിട്ട് ആ പേടിത്തുണ്ടി കിയോമോട്ടോ ഞാൻ സ്കൂളിലായിരിക്കുമ്പോഴും വീട്ടിലിരുന്ന് ഡ്രോയിങ് പ്രാക്ടീസ് ചെയ്യും, എന്നേക്കാൾ വരയ്ക്കാൻ കഴിവുള്ള ഒരു 4ാം ക്ലാസ് വിദ്യാർത്ഥിയോ അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല എന്ന് പറഞ്ഞ് ഫ്രസ്ട്രേഷനിൽ ഓടുന്നുണ്ടാവും. അവള് ഡ്രോയിങ് എങ്ങനെ ബെറ്റർ ആക്കാമെന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് ഡ്രോയിങ്ങിന്റെ ബേസിക്സ് ഒക്കെ ഉള്ള അനാട്ടമീന്റെ ഒരു പുസ്തകവും കുറെ ഡ്രോയിങ് ബുക്സ് ഒക്കെ വാങ്ങിയിട്ട് വീട്ടിലിരുന്ന് ശരീരഘടന മുതൽ വരച്ച് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടാവും. അവള് കമ്പ്യൂട്ടറിൽ ഡ്രോയിങ് ബെറ്റർ ആക്കാനുള്ള ഷോർട്ട് കട്ട്സ് എന്തൊക്കെയെന്ന് സെർച്ച് ചെയ്യുന്ന സമയത്ത് വരയ്ക്കാൻ പോണ വിഷയത്തെക്കുറിച്ച് ഒരു സ്റ്റഡി പെർസ്പെക്റ്റീവ് ഉണ്ടാക്കണമെന്നും അനാട്ടമിയെ കുറിച്ച് പഠിക്കണമെന്നും 3D ചിന്താഗതി വികസിപ്പിച്ചെടുക്കണമെന്നെല്ലാം അവൾക്ക് ടിപ്സ് കിട്ടുന്നുണ്ടാവും.
അങ്ങനെ ഒരു ദിവസം അവൾ ക്ലാസ്സിലിരുന്ന് ഡ്രോയിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പെണ്ണ് അങ്ങോട്ട് വന്നിട്ട് നീ എന്താ വരയ്ക്കുന്നേ എന്ന് ചോദിക്കുമ്പോൾ ഫുജീനോയും ഹ്യൂമൻ സ്കെലിറ്റൺ ആണ് എന്ന് പറയുന്ന സമയത്ത് ആ പെണ്ണാണെങ്കിൽ നിനക്കറിയില്ല ഫുജീനോ, നമ്മളിപ്പോ 6th ഗ്രേഡിലാണ് പഠിക്കുന്നത്, അടുത്ത കൊല്ലം നമ്മൾ മിഡിൽ സ്കൂളിലോട്ട് പോവും, അപ്പോഴും നീ ഈ ഡ്രോയിങ് കണ്ടിന്യൂ ചെയ്യോ എന്ന് ചോദിക്കുമ്പോൾ ഫുജീനോ ഒരു വികാരവും ഇല്ലാതെ അതെ എന്ന് പറയുന്ന സമയത്ത് ആ പെണ്ണാണെങ്കിൽ നോക്ക് ഫുജീനോ, നീ ഞങ്ങളെ കൂടെ ഹാങ് ഔട്ട് ചെയ്യുന്നതൊക്കെ പൂർണ്ണമായിട്ടും നിർത്തി, ഞങ്ങളോട് സംസാരിക്കാറ് പോലുമില്ല, ഇങ്ങനെ നീ ഡ്രോയിങ്ങിൽ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്ന നിനക്ക് ഫ്രണ്ട്സിനെ ഒന്നും ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് അഡ്വൈസ് ചെയ്യുന്ന സമയത്ത് അവളെ ഫ്രണ്ട്സ് അവളെ പുറത്തു പോകാൻ വിളിക്കുമ്പോൾ ആ പെണ്ണും അവിടുന്ന് പോകുന്നുണ്ടാവും. അവള് വീട്ടിലിരുന്നും ഡ്രോയിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവളെ സിസ്റ്റർ അങ്ങോട്ട് വന്നിട്ട് നിന്നോട് ഇതൊക്കെ നിർത്തി അമ്മ കുളിക്കാൻ പറഞ്ഞു എന്ന് പറയുമ്പോൾ ഫുജീനോക്ക് ദേഷ്യം വന്നിട്ട് ഡോറ് നോക്ക് ചെയ്തിട്ട് വരാൻ നിന്നോട് എത്ര തവണ പറഞ്ഞിട്ടുണ്ട് എന്ന് ചോദിക്കുന്ന സമയത്ത് സിസ്റ്ററും ഞാൻ ഇനി അടുത്ത പ്രാവശ്യം ശ്രദ്ധിച്ചോളാം എന്ന് പറഞ്ഞിട്ട് അല്ല, എനിക്ക് നിന്നോടൊരു കാര്യം ചോദിക്കാനുണ്ട്, നീ എത്ര കാലം ഇതുപോലെ മാങ്ക ഉണ്ടാക്കിക്കൊണ്ടിരിക്കും, നീ എന്തുകൊണ്ടാണ് എൻ്റെ കൂടെ കരാട്ട ക്ലാസ്സിന് ജോയിൻ ചെയ്യാത്തെ എന്ന് ചോദിക്കുമ്പോൾ ഫുജീനോയും തിരിഞ്ഞു നോക്കാതെ തന്നെ ഞാൻ ജോയിൻ ചെയ്തോളാം എന്ന് പറയുമ്പോൾ അവളെ സിസ്റ്റർ ആണെങ്കിൽ അമ്മയും അച്ഛനും ഒന്നും പറയുന്നില്ലാന്നേ ഉള്ളൂ, അവര് എപ്പോഴും നിന്നെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കാറുണ്ട്, നീ എപ്പോഴും നിന്റെ മുറിയിലിരിക്കുന്ന കാരണം നിനക്ക് മാർക്സും വളരെ കുറവാണ് എന്ന് പറയുന്ന സമയത്ത് ഫുജീനോയും അതൊക്കെ കേട്ടിട്ട് ശരി ഇവിടുന്ന് പൊയ്ക്കോ എന്ന് പറയുന്നുണ്ടാവും. പിറ്റേ ദിവസം സാറ് ന്യൂസ് പേപ്പർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഫുജീനോ അവളെ മാങ്കയും കിയോമോട്ടോന്റെ മാങ്കയും ഒബ്സർവ് ചെയ്ത ശേഷം അവക്ക് തന്റെ മാങ്ക കിയോമോട്ടോനേക്കാളും ബെറ്റർ ആയെന്ന് തോന്നിയ കാരണം അവള് ഇനി ഞാൻ ഡ്രോയിങ് ചെയ്യുന്ന ഉപേക്ഷിക്കുകയാണെന്ന് തീരുമാനം എടുക്കുന്നുണ്ടാവും. അവളെ ഫ്രണ്ട് ആണെങ്കിൽ എന്തു പറ്റി, അത് എനിക്ക് പാസ് ചെയ്യോ എന്ന് ചോദിക്കുമ്പോൾ ഫുജീനോയും അത് പാസ് ചെയ്തിട്ട് നമുക്ക് സ്കൂൾ വിട്ട് കഴിഞ്ഞാല് ഐസ്ക്രീം കഴിക്കാൻ പോയാലോ എന്ന് ചോദിക്കുമ്പോൾ അവളെ ഫ്രണ്ടും നമ്മൾ എത്ര നാളായി ഇതേപോലെ ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്തിട്ട് എന്ന് പറഞ്ഞിട്ട് ഹാപ്പി ആവുന്നുണ്ടാവും. അങ്ങനെ ഡ്രോയിങ് ഉപേക്ഷിച്ച ഫുജീനോ അവളെ ഫ്രണ്ട്സിന്റെ കൂടെ ഹാങ് ഔട്ട് ചെയ്യുകയും കരാട്ട ക്ലാസ്സിൽ ജോയിൻ ചെയ്യുകയും അവളെ ഫാമിലിന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ടാവും. പിന്നീട് ഗ്രാജുവേഷൻ ഡേ ആവുന്ന സമയത്ത് സാറ് ഫുജീനോനെ വിളിച്ചിട്ട് കൺഗ്രാജുലേഷൻസ് ഒക്കെ പറഞ്ഞ ശേഷം നീ കിയോമോട്ടോന്റെ ഡിപ്ലോമ അവളെ വീട്ടിലേക്ക് എത്തിക്കാമോ, ഞാൻ അവളെ അഡ്രസ്സ് തരാം എന്ന് പറയുന്ന സമയത്ത് ഫുജീനോ ആണെങ്കിൽ നിങ്ങൾ എന്തിനാ ഈ ജോലി എന്നെ ഏൽപ്പിക്കുന്നേ എന്ന് ചോദിക്കുമ്പോൾ സാറും 6ാം ക്ലാസ് വരെ നിങ്ങളെ 2 പേരെ പേരും പത്രത്തിൽ ഒരുമിച്ചാണ് വരാറ്, അതുകൊണ്ട് നീ ഈ ഡിപ്ലോമ കൊടുത്താൽ കിയോമോട്ടോ ഹാപ്പി ആയിരിക്കും എന്ന് പറയുന്ന സമയത്ത് ഫുജീനോ ആണെങ്കിൽ പക്ഷേ എനിക്ക് അവളെ കാണാൻ താല്പര്യമില്ല എന്ന് പറയുമ്പോൾ സാറും ഇത് നിന്റെ ടീച്ചറിന് വേണ്ടി ചെയ്യുന്ന അവസാനത്തെ ഫേവറായിട്ട് കരുതിയാൽ മതി എന്ന് പറയുമ്പോൾ ഫുജീനോയും അത് സമ്മതിക്കുന്നുണ്ടാവും. അവള് കിയോമോട്ടോന്റെ വീട്ടിലേക്ക് പോയിട്ട് കോണിംഗ് ബെല്ല് അടിക്കുന്ന സമയത്ത് അവിടുന്ന് ഒരു റെസ്പോൺസും ഇല്ലാത്തതുകൊണ്ട് ഡോറ് ലോക്കാണോ എന്ന് നോക്കുന്ന സമയത്ത് അത് ഓപ്പൺ ആയിരിക്കും. അവളും ഉള്ളിലോട്ട് ചെന്നിട്ട് സാറ് പറഞ്ഞിട്ട് ഞാൻ കിയോമോട്ടോന്റെ ഡിപ്ലോമ തരാൻ വന്നതാണ്, ഞാൻ ഇവിടെ വെച്ചിട്ട് പോവുകയാണ് എന്ന് പറഞ്ഞ് അത് വെക്കാൻ പോകുന്ന സമയത്ത് അവക്ക് അതിൻ്റെ ഉള്ളിൽ ആരോ ഉള്ള പോലെ ഒരു പ്രസൻസ് ഫീൽ ചെയ്യുന്നുണ്ടാവും. അത് കാരണം തന്നെ ഫുജീനോ ഉള്ളിലോട്ട് പോയിട്ട് നോക്കുന്ന സമയത്ത് അവിടെ ഒരുപാട് ഡ്രോയിങ് ബുക്സ് ഉണ്ടാവും. അതിൻ്റെ ഇടയിൽ ഒരു മാങ്ക സ്ട്രിപ്പ് കിട്ടിയിട്ട് അവൾ അതിൽ കിയോമോട്ടോനെ കളിയാക്കുന്ന പോലെ വീട്ടിലടച്ചിരിക്കുന്ന ലോക ഫൈനൽ മത്സരത്തിൽ കിയോമോട്ടോ 1ാം സ്ഥാനത്ത് ലീഡിങ്ങിൽ നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ട് കിയോമോട്ടോ ആയിട്ട് ഒരു അസ്ഥികൂടം വരച്ചു വെക്കുന്നുണ്ടാവും. അത് അവളെ കയ്യിൽ നിന്ന് താഴേക്ക് വീണിട്ട് ആ ഡോറിന്റെ ഉള്ളിലൂടെ കിയോമോട്ടോക്ക് ലഭിക്കുന്നുണ്ടാവും. ആ സമയത്ത് ഫുജീനോയും നെർവസ് ആയിട്ട് ഡിപ്ലോമ അവിടെ വെച്ച് പെട്ടെന്ന് പുറത്തോട്ട് പോകുന്നുണ്ടാവും. ആ ഡ്രോയിങ് കിയോമോട്ടോ കാണുന്ന സമയത്ത് അവളും മാസ്റ്റർ ഫുജീനോ എന്ന് വിളിച്ചിട്ട് പുറത്തോട്ട് വരുന്നുണ്ടാവും. അങ്ങനെ അവര് പരസ്പരം കാണുന്ന സമയത്ത് ഫുജീനോ നീയാണോ കിയോമോട്ടോ എന്ന് ചോദിക്കുമ്പോൾ കിയോമോട്ടോയും ഒന്ന് ജെർക്കായിട്ട് എനിക്ക് എന്നും സ്കൂൾ ന്യൂസ് പേപ്പർ കിട്ടാറുണ്ട്, 3ാം ക്ലാസ് മുതലേ ഞാൻ നിങ്ങളെ മാങ്ക വായിക്കുമായിരുന്നു, ഞാൻ നിങ്ങളെ വലിയൊരു ഫാനാണ്, എനിക്കൊരു ഓട്ടോഗ്രാഫ് തരാൻ പറ്റുമോ, എൻ്റെ കയ്യിൽ പേനയും പേപ്പറും ഒന്നുമില്ല, അതിന് പകരം എൻ്റെ ജാക്കറ്റിൽ സൈൻ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ
ഫുജീനോയും സൈൻ ചെയ്യുന്നുണ്ടാവും. കിയോമോട്ടോ ആണെങ്കിൽ നിങ്ങൾ 3ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ ആഗസ്റ്റ് 2nd വീക്കിൽ എഴുതിയ ലവ് സ്ക്വയർ മാങ്കയാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ്. പിന്നെ നിങ്ങൾ 4ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ ജനുവരി മുതൽ മാർച്ച് വരെ റിലീസ് ചെയ്ത സസിക്കി സീരീസും എനിക്ക് വളരെ ഇഷ്ടമാണ്. 5ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലും ആയപ്പോൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത ഓരോ മാങ്ക വർക്ക്സും എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ മറക്കൂല. പിന്നെ നിങ്ങൾക്കൊരു കാര്യം അറിയോ, എനിക്ക് എൻ്റെ മാങ്കാസ് ഒന്നും ഒരിക്കലും കറക്റ്റ് ടൈമിൽ ഫിനിഷ് ചെയ്യാൻ കഴിയുമായിരുന്നില്ല. എന്നാൽ നിങ്ങളാണെങ്കിൽ സ്കൂളിൽ പോയിട്ട് കൂടി ഓരോ ആഴ്ചയിലും ഓരോ മാങ്ക വീതം റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നിങ്ങൾ 5ാം ക്ലാസ്സിലായപ്പോൾ നിങ്ങളെ സ്റ്റോറീസും ആർട്ടും കൂടുതൽ ഇംപ്രൂവ് ആയ സമയത്ത് മാസ്റ്റർ ഫുജീനോ ഒരു മാങ്ക ജീനിയസ് ആണെന്ന് എനിക്ക് മനസ്സിലായി. എന്നാൽ നിങ്ങൾ 6ാം ക്ലാസ് പകുതിയായപ്പോൾ എന്തുകൊണ്ടാണ് മാങ്ക വരയ്ക്കുന്നത് നിർത്തിയത് എന്ന് ചോദിക്കുന്ന സമയത്ത് ഫുജീനോ ആണെങ്കിൽ ഞാൻ മാങ്ക കോണ്ടസ്റ്റിന് വേണ്ടി ഒരു കഥ ആലോചിക്കുകയായിരുന്നു എന്ന് പറയുന്ന സമയത്ത് കിയോമോട്ടോയും എക്സൈറ്റ് ആയിട്ട് ആ സ്റ്റോറി എന്നെ കാണിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ ഫുജീനോ ആണെങ്കിൽ ആ സ്റ്റോറി ഇപ്പോൾ എൻ്റെ മൈൻഡിൽ മാത്രമേ ഉള്ളൂ, അത് ഇനിയും ഡ്രോ ചെയ്യാനുണ്ട്, അതിൻ്റെ ഡ്രോയിങ് കഴിഞ്ഞ ശേഷം ഞാൻ നിങ്ങളെ അറിയിക്കാം, ഇപ്പം മഴ ശക്തിയാവുന്നതിന് മുമ്പ് എനിക്ക് പോകണം, നമുക്ക് പിന്നെ കാണാം എന്ന് പറഞ്ഞിട്ട് വളരെ സന്തോഷത്തിൽ അവൾ വീട്ടിലോട്ട് പോകുന്നുണ്ടാവും. അവൾ അവിടെ വെച്ച് ആ മാങ്ക കോണ്ടസ്റ്റിന് വേണ്ടി മെറ്റൽ പെരേഡ് എന്ന് പറഞ്ഞ ഒരു മാങ്ക ഡ്രോ ചെയ്യുന്നുണ്ടാവും. പിറ്റേ ദിവസം സ്കൂള് കഴിഞ്ഞ് ഫുജീനോ കിയോമോട്ടോന്റെ വീട്ടിലോട്ട് പോകുന്ന സമയത്ത് അവളും വെൽക്കം ചെയ്യുന്നുണ്ടാവും. നീ ബാക്ക്ഗ്രൗണ്ടൊക്കെ പൂർത്തിയാക്കാൻ തുടങ്ങിയോ എന്ന് ചോദിക്കുമ്പോൾ കിയോമോട്ടോ ആണെങ്കിൽ സ്കൂളിൽ പോവാത്തോണ്ട് ടൈം കിട്ടുന്നുണ്ട്, പക്ഷെ ഈ 45 പേജൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ കൂടുതൽ സമയം വേണ്ടി വരും എന്ന് പറയുന്ന സമയത്ത് ഫുജീനോയും നീ പറഞ്ഞത് ശരിയാണ്, നമ്മൾ ആ കോണ്ടസ്റ്റിന് വേണ്ടി നോൺ സ്റ്റോപ്പ് ആയിട്ട് ഡ്രോയിങ് ചെയ്യേണ്ടി വരും എന്ന് പറയുന്നുണ്ടാവും. അങ്ങനെ അവർ ആ മാങ്ക കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടാവും. അതിന്റെ ഓതറിന്റെ പേരായിട്ട് കിയോ ഫുജീനോ എന്നായിരിക്കും അവർ കൊടുത്തിട്ടുണ്ടാവുക. അത് ഒരു പബ്ലിഷറിനെ കാണിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് ആ പബ്ലിഷർ അത് കണ്ടിട്ട് നിങ്ങൾ 2 മിഡിൽ സ്കൂൾ സ്റ്റുഡൻസ് ആണോ ഈ മാങ്ക ഡ്രോ ചെയ്തത്, ഇതിലെ സ്റ്റോറിയും ആർട്ടും രണ്ടും പ്രൊഫഷണൽ ആണ് എന്ന് പറയുന്ന സമയത്ത് ഫുജീനോ ആണെങ്കിൽ എന്നാ ഞങ്ങൾക്ക് ഈ മാങ്ക ഉണ്ടാക്കാൻ വേണ്ടി 1 വർഷം എടുത്തു, പിന്നെ അത് മാത്രല്ല ഇതിലെ ബാക്ക്ഗ്രൗണ്ട് മുഴുവൻ വരച്ചത് കിയോമോട്ടോ ഒറ്റക്കാണ് എന്ന് പറയുന്ന സമയത്ത് അയാളും മിഡിൽ സ്കൂളിൽ പഠിച്ചുകൊണ്ട് ഒരു മാങ്ക ഉണ്ടാക്കുക എന്ന് പറയുന്നത് അത്ര ചെറിയ കാര്യമൊന്നുമല്ല, ഇതിൽ നിങ്ങൾ ജയിച്ചാലും ഇല്ലെങ്കിലും ഈ കോണ്ടസ്റ്റിൽ ഉറപ്പായിട്ടും നിങ്ങളെ പേര് വരും എന്ന് പറയുന്നുണ്ടാവും. അങ്ങനെ അവർ റിസൾട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്ത് നോക്കുമ്പോൾ നമ്മളെ കിയോമോട്ടോന്റെയും ഫുജീനോന്റെയും മെറ്റൽ പരേഡ് എന്ന് പറഞ്ഞ ആ മാങ്കക്കായിരിക്കും 1 മില്യൺ yen അവാർഡായിട്ട് ലഭിക്കുന്നുണ്ടാവുക. അത് കണ്ടിട്ട് അവരും ഹാപ്പി ആവുന്നുണ്ടാവും. കിയോമോട്ടോ ഫുജീനോന്റെ അടുത്ത് ഞാൻ എൻ്റെ അമ്മയോടൊപ്പം പോയിട്ട് ഒരു ബാങ്ക് അക്കൗണ്ട് എടുത്തു എന്ന് പറയുമ്പോൾ ഫുജീനോയും ഞാനും ഒരു ബാങ്ക് അക്കൗണ്ട് എടുത്തു എന്ന് പറഞ്ഞിട്ട് അതിന്ന് വിഡ്രോ ചെയ്ത 1 ലക്ഷം രൂപ കാണിക്കുന്ന സമയത്ത് കിയോമോട്ടോ അത് കണ്ടിട്ട് ഇതുകൊണ്ട് നമുക്കൊരു വീട് ഉണ്ടാക്കാലോ എന്ന് പറയുമ്പോൾ ഫുജീനോ ആണെങ്കിൽ ഇതുകൊണ്ട് നമ്മൾ വീടൊന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല, പകരം നമ്മൾ നാളെ ഈ പൈസ കൊണ്ട് നഗരം ചുറ്റാൻ പോവും എന്ന് പറയുന്ന സമയത്ത് കിയോമോട്ടോ ആണെങ്കിൽ നമുക്ക് ഈ പൈസ സേവ് ചെയ്യണ്ടേ എന്ന് ചോദിക്കുമ്പോൾ ഫുജീനോ അതിന് മറുപടി ആയിട്ട് അതിന്റെ ആവശ്യമൊന്നുമില്ല, നമുക്ക് ഇനിയും മാങ്ക ഉണ്ടാക്കി പണം സമ്പാദിക്കാം എന്ന് പറയുന്ന സമയത്ത് കിയോമോട്ടോയും അതിന് സമ്മതിക്കുന്നുണ്ടാവും. അങ്ങനെ അവർ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് പോകുന്നത് നമ്മളെ കാണിക്കുന്നുണ്ടാവും. കിയോമോട്ടോ ഈ ട്രീറ്റ് തന്നതിന് താങ്ക്സ് എന്ന് പറയുന്ന സമയത്ത് ഫുജീനോ ആണെങ്കിൽ നമ്മൾ ഇത്രയും സ്ഥലങ്ങളിലോട്ട് പോയിട്ട് കൂടി ആകെ 5000 yen മാത്രമേ ചെലവഴിച്ചിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ കിയോമോട്ടോ സത്യം പറഞ്ഞാൽ എനിക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ വളരെ പേടിയായിരുന്നു, ഞാൻ ആളുകളെ പേടിച്ചിട്ടാണ് സ്കൂള് പോലും നിർത്തിയത്, എന്നാൽ ഇന്ന് നിന്റെ കൂടെ ചിലവഴിച്ച നിമിഷങ്ങളൊക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു, ഒരു കാര്യവും ചെയ്യാനില്ലാത്തത് കൊണ്ടും ബോറടിച്ചുകൊണ്ടുമാണ് ഞാൻ ഡ്രോയിങ് തുടങ്ങിയത്, എന്നാൽ ഇന്ന് ഞാൻ ഡ്രോയിങ് തുടങ്ങാനെടുത്ത തീരുമാനം ശരിയാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു, എന്നെ വീട്ടിൽ നിന്ന് പുറത്തിറക്കിയതിന് താങ്ക്സ് ഫുജീനോ എന്ന് പറയുന്ന സമയത്ത് ഫുജീനോ ആണെങ്കിൽ താങ്ക്സിന് പകരം നീ 5000 yen തന്നാൽ മതിയെന്ന് തമാശ പറയുന്നുണ്ടാവും. അങ്ങനെ അവർ രണ്ടുപേരും ചേർന്ന് ഒരുപാട് മാങ്കാസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവും. 17 വയസ്സിൽ തന്നെ 7ഓളം 1 ഷോട്ട് മാങ്കാസ് ക്രിയേറ്റ് ചെയ്യുന്ന കാരണം
അവർക്കൊരു സീരീസിന് വേണ്ടി സ്റ്റോറി എഴുതാൻ അവസരം ലഭിക്കുമ്പോൾ ഫുജീനോ അതിൽ വളരെ ഹാപ്പി ആയിരിക്കും. എന്നാൽ കിയോമോട്ടോക്ക് പ്രത്യേകിച്ച് ഭാവവ്യത്യാസമൊന്നും ഉണ്ടാവില്ല. കിയോമോട്ടോ ഫുജീനോന്റെ അടുത്ത് ഐ ആം സോറി, എനിക്ക് ആർട്സ് കോളേജിൽ ചേരണം, അതുകൊണ്ട് മാങ്കയിൽ ഇനി നിന്നെ ഞാൻ ഹെൽപ്പ് ചെയ്യൂല എന്ന് പറയുന്ന സമയത്ത് ഫുജീനോ ആണെങ്കിൽ പെട്ടെന്ന് നിനക്ക് എന്താ പറ്റിയേ, എനിവേ നീ ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു, നീ വെറും ബാക്ക്ഗ്രൗണ്ട് മാത്രമല്ല ഡ്രോ ചെയ്യണത്, പിന്നെ ഈ ആർട്സ് കോളേജിലൊക്കെ പോയി ഡിഗ്രി എടുക്കുന്നത് വെറും യൂസ്ലെസ് ആണ്, കാരണം ബിരുദാനന്തരം ആർട്സ് സ്റ്റുഡൻസിന് ജോലി ലഭിക്കില്ല, പിന്നെ നിനക്ക് കുറെ സ്ട്രേഞ്ചേഴ്സിനോട് സംസാരിക്കേണ്ടി വരും എന്ന് പറയുന്ന സമയത്ത് കിയോമോട്ടോ ആണെങ്കിൽ ഞാൻ അതിനു വേണ്ടി ട്രൈ ചെയ്യും എന്ന് പറയുന്നുണ്ടാവും. ഫുജീനോ ആണെങ്കിൽ നീ എൻ്റെ കൂടെ ജോലി ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രോബ്ലംസ് ഒന്നും ഫേസ് ചെയ്യേണ്ടി വരില്ല എന്ന് പറയുമ്പോൾ കിയോമോട്ടോ അത് കേട്ടിട്ട് നിന്റെ കീഴിൽ ജീവിതകാലം മുഴുവൻ വർക്ക് ചെയ്യാൻ എനിക്ക് ആഗ്രഹമില്ല, എനിക്കും സ്വന്തം കാലിൽ നിൽക്കണം എന്ന് പറയുന്ന സമയത്ത് ഫുജീനോ നിനക്ക് നിന്റെ കോളേജ് ലൈഫ് സ്വന്തമായിട്ട് ഹാൻഡിൽ ചെയ്യാൻ കഴിയുമെന്ന് കരുതുന്നുണ്ടോ? നിനക്ക് ഒരു കൺവീനിയൻസ് സ്റ്റോറിലെ ക്യാഷറിനോട് പോലും മര്യാദക്ക് സംസാരിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞ് ഡീമോട്ടിവേറ്റ് ചെയ്യുന്ന സമയത്ത് കിയോമോട്ടോ ആണെങ്കിൽ എനിക്ക് ഇനിയും എൻ്റെ ഡ്രോയിങ് ബെറ്റർ ആക്കണം എന്ന് പറഞ്ഞിട്ട് അവർ തമ്മിൽ പിരിയുന്നുണ്ടാവും. അങ്ങനെ കിയോമോട്ടോക്ക് പകരം വേറെ കുറെ അസിസ്റ്റൻസിനെ വെച്ചിട്ട് ഷാർക്കിക് എന്ന് പറഞ്ഞ ഒരു സീരീസിന് വേണ്ടി അവള് മാങ്ക ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവും. അങ്ങനെ ആ സീരീസിന് വേണ്ടി നിരവധി വോളിയൂംസ് അവൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. എന്നാൽ കിയോമോട്ടോയുമായുള്ള ഒരു വൈബ് ഈ അസിസ്റ്റൻസിന്റെ അടുത്തുനിന്ന് അവൾക്ക് കിട്ടുന്നുണ്ടാവില്ല. അവൾ ആ പബ്ലിഷറിനെ വിളിച്ചിട്ട് എനിക്ക് ഈ സീരീസിന് വേണ്ടി ഇനിയും കുറെ അസിസ്റ്റൻസിനെ വേണം, നിങ്ങൾക്ക് ആരെങ്കിലും കിട്ടുകയാണെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യണം എന്ന് പറയുന്നുണ്ടാവും. ആ സമയത്ത് ന്യൂസിൽ യമഗാട്ട സിറ്റിയിലെ ഒരു ആർട്ട് കോളേജിൽ ഒരു സ്ട്രേഞ്ചറായ വ്യക്തി ആക്സ് ഉപയോഗിച്ച് ഒരുപാട് സ്റ്റുഡൻസിനെ ആക്രമിച്ചു. ഇതുവരെ ഇരകളായ കുട്ടികളെ കുറിച്ചുള്ള യാതൊരു വിവരവും ലഭിച്ചിട്ടില്ല, ഇനിയും ആക്രമണത്തിന് സാധ്യതയുള്ളതുകൊണ്ട് പോലീസ് കേസ് അന്വേഷിക്കുകയാണ് എന്ന് പറഞ്ഞ് ഒരു ബ്രേക്കിംഗ് ന്യൂസ് വരുന്ന സമയത്ത് ഫുജീനോ പെട്ടെന്ന് ഫോൺ എടുത്ത് കിയോമോട്ടോനെ വിളിക്കുമ്പോൾ അവളെ അങ്ങോട്ട് വിളിക്കുന്നുണ്ടാവും. അവിടെ സീൻ കട്ട് ചെയ്തിട്ട് പിന്നീട് കാണിക്കുന്നത് നമ്മളെ കിയോമോട്ടോയും ഫുജീനോയും നടന്നു വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫുജീനോ കിയോമോട്ടോന്റെ അടുത്ത് നമുക്കൊരു സീരീസിന് വേണ്ടി മാങ്ക എഴുതാൻ അവസരം ലഭിക്കുകയാണെങ്കിൽ അതിന്റെ ആർട്ട് വർക്കൊക്കെ വളരെ ഹൈ ക്വാളിറ്റിയിലായിരിക്കണം എന്ന് പറയുമ്പോൾ കിയോമോട്ടോ ആണെങ്കിൽ എന്നാൽ ഞാൻ വളരെ സ്ലോ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഫുജീനോ അത് മാറ്റാൻ വളരെ എളുപ്പമാണ്, നീ ഡ്രോയിങ്ങിന്റെ ടെക്നിക്സ് ഇംപ്രൂവ് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് ഇതുപോലെ നീ എന്നെ ഫോളോ ചെയ്തുകൊണ്ടിരുന്ന ഒരു നാൾ നീയും നല്ലൊരു ആർട്ടിസ്റ്റ് ആവും എന്ന് പറഞ്ഞതൊക്കെ ചിന്തിക്കുന്നുണ്ടാവും. ന്യൂസിലാണെങ്കിൽ കുറ്റവാളിയെ അറസ്റ്റ് ചെയ്തുവെന്നും അയാൾ കാരണം 12 പേര് കൊല്ലപ്പെട്ടു, 3 പേർക്ക് ഗുരുതരമായ പരിക്ക്, കൊലപാതകത്തിന് കാരണം കുറ്റവാളിയുടെ ആർട്ട് വർക്ക് ഒരാള് കോപ്പി ചെയ്ത് ഓൺലൈനിൽ അപ്ലോഡ് ചെയ്തതാണ് എന്നൊക്കെ പറയുന്നുണ്ടാവും. അയാൾ കൊന്ന ആളുകളിൽ കിയോമോട്ടോയും ഉൾപ്പെട്ടിട്ടുണ്ടാവും. ഫുജീനോ കിയോമോട്ടോന്റെ വീട്ടിലോട്ട് പോകുമ്പോൾ അവിടെ ഷാർക്കിക്കിന്റെ മാങ്ക കണ്ടിട്ട് അതിലെ പേജസ് മറിച്ചു നോക്കുന്ന സമയത്ത് അവള് പണ്ട് കിയോമോട്ടോനെ കളിയാക്കി വരച്ച ആ മാങ്ക സ്ട്രിപ്പ് കാണുന്ന സമയത്ത് എല്ലാ തെറ്റും എൻ്റെ ഭാഗത്താണ്, ഞാൻ അന്ന് ഈ ഡ്രോയിങ് വരയ്ക്കാൻ പാടില്ലായിരുന്നു, ഞാൻ കിയോമോട്ടോനെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറക്കിയിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ ഒരു പക്ഷെ അവളിപ്പോൾ ജീവനോടെ ഉണ്ടായേനെ, എൻ്റെ ഡ്രോയിങ് ഒക്കെ കംപ്ലീറ്റ്ലി യൂസ്ലെസ് ആണ് എന്ന് പറഞ്ഞിട്ട് കരയുന്നുണ്ടാവും. അവൾ ആ ഫ്രസ്ട്രേഷൻ കാരണം തന്നെ ആ മാങ്ക കീറിക്കളയുന്നുണ്ടാവും. അതിലൊരു പീസാണെങ്കിൽ ഡോറിൽ കൂടി പോയിട്ട് നമ്മളെ കിയോമോട്ടോക്ക് ലഭിക്കുന്ന പോലെ ഫുജീനോ ഇമാജിൻ ചെയ്യുന്നുണ്ടാവും. കിയോമോട്ടോ കോണിംഗ് ബെല്ലിന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നു നോക്കുന്ന സമയത്ത് അവിടെ ആരെയും കാണാൻ പറ്റുന്നുണ്ടാവില്ല. ഇപ്രാവശ്യം ഫുജീനോയും കിയോമോട്ടോയും കണ്ടുമുട്ടുന്നില്ലെങ്കിൽ കൂടി കിയോമോട്ടോ ആർട്സ് കോളേജിൽ അവളെ ഡ്രോയിങ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി ചേരുന്നുണ്ടാവും. അങ്ങനെ ബ്രേക്കിന്റെ ടൈമിൽ ഒരു ദിവസം അവൾ ഒറ്റക്ക് ആ കോളേജിൽ ഇരിക്കുന്ന സമയത്ത് സ്ട്രേഞ്ചർ ആയിട്ടുള്ള ഒരു വ്യക്തി ആക്സുമായി അവളുടെ മുന്നിലോട്ട് വന്നിട്ട് കഴിഞ്ഞ എക്സിബിഷനിലെ എൻ്റെ ആർട്ട് വർക്ക് നീയല്ലേ മോഷ്ടിച്ച് ഓൺലൈനിൽ അപ്ലോഡ് ചെയ്തേ എന്ന് പറഞ്ഞിട്ട് അവളെ വെട്ടാൻ ശ്രമിക്കുന്നുണ്ടാവും. ആ സമയത്ത് ഫുജീനോ അങ്ങോട്ട് വന്നിട്ട് അയാളെ കിക്ക് ചെയ്ത് വീഴ്ത്തിയിട്ട് ഒരു പഞ്ച് കൊടുക്കുന്നുണ്ടാവും.
പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്ന സമയത്ത് ഫുജീനോ ആണെങ്കിൽ ഞാൻ കരാട്ടെ ക്ലാസ് കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് ക്യാമ്പസിനുള്ളില് ആരോ വെപ്പണുമായിട്ട് കയറുന്നത് ഞാൻ കണ്ടു. അതിലെന്തോ ഒരു പ്രശ്നം തോന്നിയോണ്ട് ഞാനും അയാളെ പിന്നാലെ ചെന്ന് ചവിട്ടി വീഴ്ത്തുകയാണ് ഉണ്ടായത്. അങ്ങനെയാണ് എൻ്റെ കാലൊടിഞ്ഞത് എന്ന് പറയുന്നുണ്ടാവും. കിയോമോട്ടോ ഫുജീനോന്റെ അടുത്ത് അയാളടുത്ത് നിന്ന് എന്നെ രക്ഷിച്ചതിന് താങ്ക്സ്. ഇതിനു വേണ്ടി ഞാൻ നിങ്ങൾക്കൊരു ട്രീറ്റ് തരാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളെ ഫോൺ നമ്പർ തരുമോ എന്ന് ചോദിക്കുമ്പോൾ ഫുജീനോയും അവളെ ഫോൺ കൊടുക്കുന്ന സമയത്ത് അതിൽ ഫുജീനോ എന്നുള്ള പേര് കണ്ടിട്ട് നിങ്ങൾ സ്കൂൾ ന്യൂസ് പേപ്പറിന് വേണ്ടി 4 പാനൽ മാങ്ക വരച്ചിരുന്ന ആ ഫുജീനോ അല്ലേ? ഞാൻ നിങ്ങളെ വളരെ വലിയൊരു ഫാനാണ്. ഈ അവസ്ഥയിലാണെങ്കിലും നിങ്ങളെ കാണാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് മാങ്ക വരയ്ക്കുന്നത് നിർത്തിയത് എന്ന് ചോദിക്കുമ്പോൾ ഫുജീനോ ആണെങ്കിൽ അത് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ മാങ്ക സീരീസ് പബ്ലിഷ് ആയി കഴിഞ്ഞാൽ നീ എൻ്റെ അസിസ്റ്റന്റ് ആവോ എന്ന് ചോദിക്കുമ്പോൾ കിയോമോട്ടോയും സ്മൈൽ ചെയ്യുന്നുണ്ടാവും. അവള് വീട്ടിൽ പോയിട്ട് സൂക്ഷിച്ചു വെച്ച ഫുജീനോന്റെ ഓരോ മാങ്കയും എടുത്ത് നോക്കുന്നുണ്ടാവും. അതിലൊരു പേജിലാണെങ്കിൽ കിയോമോട്ടോയും ഒരു ഡ്രോയിങ് വരച്ചിട്ടുണ്ടാവും. അത് കാറ്റടിച്ചിട്ട് ആ ഡോറിലൂടെ നമ്മളെ ഫുജീനോന്റെ അടുത്ത് എത്തുന്ന പോലെ നമുക്ക് കാണിക്കുന്നുണ്ടാവും. അവളെ ഫുജീനോ രക്ഷിച്ചതായിരിക്കും അതിൽ മാങ്കയായിട്ട് ഡ്രോ ചെയ്തിട്ടുണ്ടാവുക. അത് കണ്ടിട്ട് അവളും ആ ഡോറ് തുറന്ന് ഉള്ളിലോട്ട് ചെന്ന് നോക്കുന്ന സമയത്ത് അവിടെ ഷാർക്കിക് സീരീസിന്റെ എല്ലാ വോളിയവും അവൾ വാങ്ങി വെച്ചിട്ടുണ്ടാവും. കൂടാതെ ഫുജീനോ സൈൻ ചെയ്ത ആ ജാക്കറ്റും അവൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാവും. പിന്നെ വിൻഡോയിലായിട്ട് ഒരുപാട് മാങ്ക സ്പിറ്റുകളും അവൾ ഒട്ടിച്ചു വെച്ചിട്ടുണ്ടാവും. ഈ സീനിലൂടെ തന്നെ ഫുജീനോനെ മാങ്കയിൽ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഡ്രോയിങ് ഇംപ്രൂവ് ചെയ്യാനാണ് അവൾ ആർട്ട് കോളേജിൽ ചേർന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാവും. ആ മുറിയിൽ നിൽക്കുന്ന ഓരോ നിമിഷവും ഫുജീനോ കിയോമോട്ടോയുമായി സ്പെൻഡ് ചെയ്ത ഓരോ മൊമെന്റ്സും ആലോചിച്ച് കരയുന്നുണ്ടാവും. അവൾ ആ മെമ്മറീസും ആയിട്ട് തന്നെ ആ മുറിന്റെ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ടാവും. കിയോമോട്ടോന്റെ ഓർമ്മക്കായിട്ട് ഒരു സ്പ്രിറ്റ് അവള് വിൻഡോയിൽ ഒട്ടിക്കുന്നുണ്ടാവും. എന്നിട്ട് അവളെ അടുത്ത വോളിമിന് വേണ്ടി വർക്ക് ചെയ്യുന്നത് പോലെ കാണിച്ച് ഈ മൂവി അവസാനിക്കുന്നു. ആക്ച്വലി ഗൈസ്, കിയോമോട്ടോ കാരണമാണ് ഫുജീനോ ഒരു ആർട്ടിസ്റ്റായി മാറുന്നത്. അതുപോലെ തന്നെയാണ് നമ്മളെ കിയോമോട്ടോന്റെ കാര്യത്തിലും. ഫുജീനോന്റെ ഡ്രോയിങ്സ് ഇൻസ്പയർ ചെയ്താണ് കിയോമോട്ടോയും ഒരു ആർട്ടിസ്റ്റ് ആവാൻ ആഗ്രഹിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ഈ മൂവി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. പിന്നെ എൻ്റെ ഈ എക്സ്പ്ലനേഷനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കമൻറ്റ് അറിയിക്കുക. അപ്പോൾ അടുത്തൊരു അനിമിയുമായി നമുക്ക് ഉടൻ തന്നെ കാണാം. അതുവരെ ബൈ ഗായ്സ്.